എന്തായാലും മറ്റേ കേസിന്റെ കാര്യം പറയാം. വാ ഉള്ളി കയറിയിരിക്കും. എന്താ ഇതിന്റെ കേസിന്റെ കാര്യങ്ങളൊക്കെ അവിടെ പോയി? സാർ ഇതുവരെ സോളിഡായിട്ട് എവിഡൻസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സൈക്കോ കില്ലർ അല്ല ഇയാൾ. എന്താണ് തോന്നാൻ കാരണം? സാർ ബേസിക്കലി നമ്മൾ കണ്ടുവരുന്ന സൈക്കോ കില്ലേഴ്സൊക്കെ അവരുടെ സ്വന്തം ഹാപ്പിനെസ്സിനും എൻജോയ്മെൻറ്റിനും വേണ്ടിയിട്ടാണ് അവർ കൊലകൾ ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സാർ. ഇവിടെ ആകെയുള്ള ഒരു സിമിലാരിറ്റി എന്ന് വെച്ചാൽ ഹെഡ് സ്വാപ്പ് ചെയ്യുക മാത്രമാണ്. ഈ കൊല ചെയ്യപ്പെട്ടവരെല്ലാം ഈ റേപ്പ് കേസിൽ നിന്ന് ഊരിപ്പോകുന്ന ആൾക്കാരാണ്. പിന്നെ ഈ ബോഡീസ് എല്ലാം ഡംപ് ചെയ്തുള്ളത് പബ്ലിക്കായിട്ടാണ്, അതും എല്ലാവരും കാണുന്ന പോലെ. സാർ ഐ തിങ്ക് അയാൾക്ക് നമ്മുടെ സൊസൈറ്റിയോട് എന്ത് പറയാനുള്ള പോലെ. ബട്ട് ഐ വിൽ ഫൈൻഡ് ഹിം സാർ. അപ്പോൾ നീ പ്രതിയെ പറ്റി പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കുക. എന്നിട്ട് തന്നെ അന്വേഷണം പ്രതി അറസ്റ്റ് കാര്യങ്ങൾ ചെയ്യുക. അത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തീകരിക്കണം കേട്ടോ. ഭയങ്കര സമ്മർദ്ദമുള്ള കേസാണത്. അല്ല നീ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം, ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാം. സാർ ഡ്യൂട്ടി ഉണ്ട് സാർ. എന്നാൽ ശരി, ഓക്കെ, പിന്നെ കാണാം. സർ വീണ്ടും ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. ബട്ട് ദിസ് ടൈം വി ഹാവ് ആൻ ഐ വിറ്റ്നസ്. സർ നൈറ്റ് ഒരു 2-നാണ് ബോഡി ഡൗൺ ചെയ്തിരിക്കുന്നത്. ആ ടൈമിൽ വീടിന് വെളിയിൽ ഇറങ്ങിയ ഒരാളാണ് ബോഡി ഡൗൺ ചെയ്യുന്നത് കണ്ടത്. ഒരു ബ്ലാക്ക് കളറിലാണ് കില്ലർ വരുന്നത്. ഡിസ്റ്റൻസിലായതുകൊണ്ട് ഫേസിൽ ഡ്രോയിങ് പോലെ എന്തോ ഉള്ളത് കൊണ്ടും ഫേസ് വ്യക്തമായി കാണാൻ പറ്റിയില്ല എന്നാണ് വിറ്റ്നസ് പറഞ്ഞത്. ഫ്രം ഹിസ് മെമ്മറി വി ഗോട്ട് ദ ഫേസ് ഡ്രോയിങ്. വി ഹാവ് സെൻഡ് ഇറ്റ് ടു യുവർ ടേബിൾ സർ. Who are you?